PC ക്രൗണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളാണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുൻവർഷ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന സെക്ഷൻ നമുക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ കിട്ടുന്ന മുൻവർഷ ചോദ്യങ്ങളോട് സീരിയസ് ചെയ്യുമ്പോഴാണ് അല്ലേ. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഏതൊരു PSC പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് നമ്മൾ 25 മോഡൽ എക്സാം റാങ്ക് ലിസ്റ്റോടുകൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും ലഭ്യമാണ്. അപ്പോൾ ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസോ മോഡൽ എക്സാമിലോ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാ കേട്ടോ. നമ്മൾ ടെലിഗ്രാം ചാനൽ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിലൂടെ കറണ്ട് അഫേഴ്സ്, ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ള PSC അപ്ഡേറ്റ്, PSC ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റുകൾ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ജോയിൻ ചെയ്യാൻ മറക്കല്ലായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും ടെലിഗ്രാം ചാനൽ. അപ്പോൾ നമുക്ക് ഏതൊരു PSC പരീക്ഷയ്ക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എപ്പോഴും 2, 3, 4, 5 ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് കേരള റെനൈസൻസ് എന്ന് പറയുന്നത്, കേരള നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ കേരള നവോത്ഥാനത്തിൽ നിന്നും PSC ചോദിച്ചിട്ടുള്ള മുഴുവൻ മുൻവർഷ ചോദ്യ പേപ്പറുകളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യമായിട്ടാണ് PSC ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: പ്രത്യക്ഷ രക്ഷാ ദൈവസഭയെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണത്തിന്റെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആര് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ആരാണ്? നമുക്കറിയാം അല്ലെ, കുമാര ഗുരുദേവനാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്, കേരള ഗാന്ധി ആരാണ്? നമ്മുടെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവും സാമൂഹ്യ പരിഷ്കർത്താവും ആരാണ്? ആരാണ് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളവും തുടങ്ങിയ കൃതികളുടെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തി? ചട്ടമ്പി സ്വാമികളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ചെമ്പഴന്തിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ആരാണ്? നമുക്കറിയാം അല്ലെ, നമ്മുടെ ഗൗരി പാർവതി ഫായ് ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം: വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആരാണ് സവർണജാഥയുമായി ബന്ധപ്പെട്ട വ്യക്തി? മന്നത്തു പത്മനാഭനാണ് അല്ലെ. ഇപ്പൊ തന്നെ പഠിച്ചു പൊക്കോളണം. മന്നത്തു പത്മനാഭനാണ് സവർണജാഥയുമായി ബന്ധപ്പെട്ട വ്യക്തി. ഇനി വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമരഗാനത്തിന്റെ രചയിതാവ് ആരാണ്? ആരാണ്? നമ്മുടെ അംശി നാരായണ പിള്ളയാണ് അല്ലെ. ആരാണ്? അംശി നാരായണ പിള്ള. തിരുവിതാംകൂറിൽ മുഖ്യനിരത്തുകളിലൂടെ വില്ലുവണ്ടി സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വില്ലുവണ്ടി സമരം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പറഞ്ഞിരുന്നു? അയ്യങ്കാളിയുമായിട്ടാണ് വില്ലുവണ്ടി സമരം ബന്ധപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതിന്റെ പ്രധാന വേദി ഏതാ? പയ്യന്നൂരാണ്. പ്രധാന വേദി ഏതാണ്? പയ്യന്നൂരാണ്. വൈകുണ്ഠസ്വാമിയുടെ രചന താഴെ പറയുന്നവയിൽ ഏതാണ്? ഏതാണ് ഇതിൽ വൈകുണ്ഠസ്വാമിയുടെ രചനയായിട്ട് വരുന്നത്? നോക്കിക്കേ, അരുൾനൂലാണല്ലേ. അരുൾനൂൽ മാത്രമാണ് ഇതിന് വൈകുണ്ഠസ്വാമിയുടെ രചനയായിട്ട് വരുന്നത്. വേലുത്തമ്പിയിൽ ചേരാത്ത പ്രസ്താവന, വേലുത്തമ്പിയുമായി ബന്ധപ്പെട്ട് ചേരാത്ത പ്രസ്താവന ഏത് എന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ് ചേരാത്ത പ്രസ്താവനയായിട്ട് വരുന്നത്? മാത്യു തരകനെ സംരക്ഷിച്ചു എന്നതാണ് അല്ലെ. മാത്യു തരകനെ ഒരിക്കലും വേലുത്തമ്പി ദളവ സംരക്ഷിച്ചിട്ടില്ല. മാത്യു തരകന്റെ സ്വത്ത് കണ്ടുകെട്ടാനാണ് തീരുമാനിച്ചിരുന്നത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ച് ഏത് പേരിലാണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏത് പേരിലാണ്? ഏത് പേരിലാ? നോക്കിക്കേ, ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക എന്നീ പേരിലാ. നോക്കിക്കേ, എന്തൊക്കെയാ? ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക എന്നീ പേരുകളിലാണ് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് കൃഷിഭൂമി തരംതിരി. ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ സ്ഥാപകനാര്? ആരാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്? വാഗ്ഭടാനന്ദനാണ് അല്ലെ. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായ ഈ പ്രസ്താവനയും ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള വസ്തുതകൾ ഏതാ? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള വസ്തു എന്ന് പറയുന്നത്? ഒന്ന്, ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണ്, ശരിയാണ്. മൈസൂർ യുദ്ധത്തിന് ടിപ്പുവിന്റെ തോൽവിയെ തുടർന്നാണ്. 1ഉം 3ഉമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. ആരാണ്? വൈകുണ്ഠസ്വാമികൾ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാടാണ്. കുളച്ചൽ യുദ്ധം, കർണാട്ടിക് യുദ്ധം, കുഞ്ഞാലി മരക്കാരുടെ പോരാട്ടങ്ങൾ, ആറ്റിങ്ങൽ കലാപം, മുകളിൽ പറഞ്ഞ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള കലാപങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ളത്? നമ്മുടെ ആറ്റിങ്ങൽ കലാപം മാത്രമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ളത്. ഇനി 1900 ഒറ്റപ്പാലത്ത് വെച്ച് 1ാം കേരള കോൺഗ്രസ് രാഷ്ട്രീയ
സമ്മേളനം നടന്നു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. അതുപോലെ തന്നെ അഗസ്തീശ്വരം, കാസർഗോഡ്, ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടി ചേർത്തു. മുകളിൽ പറഞ്ഞ ശരിയായ പ്രസ്താവന ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതെല്ലാമാണ് ശരിയായിട്ട് പ്രസ്താവന വരുന്നത്? 1ഉം 2ഉമാണ് അല്ലെ. 1ഉം 2ഉം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ നോക്കിക്കേ. 1921 ഒറ്റപ്പാലത്ത് വെച്ച് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നുവെന്നും തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു എന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരിക. അടുത്തത്, മുകളിൽ പറഞ്ഞിരിക്കുന്ന തെറ്റായിട്ടുള്ളത് പ്രസ്താവന ഏത്? ശ്രീനാരായണ ഗുരു രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നു. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് ആത്മവിദ്യാ സംഘം. 1909 ഗുരു ശിവഗിരിയിൽ ശാരദാ മഠം സ്ഥാപിച്ചു. ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ട് വരുന്നത് നോക്കിക്കേ. ഏതാ? 2 മാത്രമല്ലേ. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് ഏത്? ആത്മവിദ്യാ സംഘം എന്ന് പറയുന്നത്. ഏതാണ്? ആത്മവിദ്യാ സംഘം. സോറി, തെറ്റായ പ്രസ്താവന കേട്ടോ. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് ആത്മവിദ്യാ സംഘം എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവന. തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. 2ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഒരു ശ്രീനാരായണ ഗുരു രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെട്ടു. ശ്രീനാരായണ ഗുരു രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാ? ജി ശങ്കരക്കുറുപ്പാണ് അല്ലെ. 1909 ഒരു ഗുരു ശിവഗിരിയിൽ എന്ത് ചെയ്തു? ശാരദ മഠം സ്ഥാപിക്കുകയും ചെയ്തു. ഇനി കേരളത്തിലെ മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭവം ഏതാണ്? കേരളത്തിലെ മാഗ്നാ കാർട്ട ഏതാ? നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരമാണ് കേരളത്തിലെ മാഗ്നാ കാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്നതെന്ന് ഓർക്കുക കേട്ടോ. ഇനി 1921 VT ഭട്ടതിരിപ്പാടിന്റെ നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് പുറത്തിറങ്ങി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമ സ്വദേശാഭിമാനി പത്രം നിലവിൽ വന്നു. ചാവറ കുര്യാക്കോസ് അച്ഛന്റെ നേതൃത്വത്തിൽ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചു. മലയാളി മെമ്മോറിയൽ എന്ന മെമ്മോറിയാണ്ടം തിരുവിതാംകൂർ രാജാവിന് സമർപ്പിച്ചു. മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ കാലക്രമത്തിൽ രേഖപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കാലക്രമത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ഏതൊക്കെയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണല്ലേ. ചാവറ കുര്യാക്കോസ് ഏലിയാസ് നേതൃത്വത്തിലാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഫസ്റ്റ് വരിക. അപ്പോ 3 1 വരും. ദെൻ 4 സെക്കൻഡ് വരുന്നത് 2 വരുന്നത് 4 ആയിരിക്കും. ദെൻ 2 സ്റ്റേറ്റ്മെന്റ് 3-ാം പൊസിഷനിൽ ഏറ്റവും അവസാനം 1-ാം സ്റ്റേറ്റ്മെന്റ് വരും. അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ പറയുന്നവ തെറ്റായ ജോഡികൾ ഏതെല്ലാമാണ് ഇതിൽ തെറ്റായിട്ടുള്ള ജോഡിയായിട്ട് വരുന്നത് നോക്കിക്കേ. 22 റൈറ്റ് ആൻസർ ഏത് വരും? നിത്യചൈതന്യതി കരിഞ്ചന്ത തെറ്റാണ്. പന്തി ഭോജനം സഹോദരൻ അയ്യപ്പൻ ശരിയാണോ? അതും എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ എയും ബിയുമാണ് തെറ്റായിട്ട് വരുന്നത്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത്? 23 വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചിരിക്കുന്നത്. തിരുവിതാംകൂറിൽ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരം ഏതാണ്? ചാനാർ ലഹളയാണ് അല്ലെ. ചാനാർ ലഹള. തിരുവിതാംകൂർ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാ? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ആരാണ്? ശ്രീനാരായണ ഗുരുവാണെന്ന് ഓർക്കുക കേട്ടോ. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? ഏത് ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് ഇത് ലഭിച്ചിട്ടുള്ളത്? 28 റൈറ്റ് ആൻസർ ഏതാ വരിക? ശ്രീരംഗപട്ടണ സന്ധിയാണ്. ഇനി ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി. ഇതിൽ പറയുന്നതിൽ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതി എന്ന് പറയുന്നത് ഏതാണ്? പ്രാചീന മലയാളമാണ്. ഏതാണ്? പ്രാചീന മലയാളം. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? സർവമത സമ്മേളനം നടന്ന സ്ഥലം ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ 30 റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആലുവയിലാണ്. അരയ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? അരയ സമാജം സ്ഥാപിച്ചത് നമ്മുടെ പണ്ഡിറ്റ് കറുപ്പന്റേതാണ് അരയ സമാജം അല്ലെ. അടുത്തത്, കിഴിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ്. കിഴിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേതാവ് ആര് എന്നാ ചോദിച്ചത്? 32 റൈറ്റ് ആൻസർ ഡോക്ടർ KB മേനോനാണ്. പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന. പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത് എന്ന് ചോദിച്ചത്. എന്താണ് പഴശ്ശിരാജയുമായി ബന്ധപ്പെടാത്തൊരു പ്രസ്താവന? മലബാർ പ്രദേശ് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ബ്രിട്ടീഷ് നികുതി നയത്തെ അനുകൂലിച്ചു. ഒളിപ്പോര് പ്രഗത്ഭനായിരുന്നു. അപ്പൊ ഏതാ? ഓപ്ഷൻ ബി ബ്രിട്ടീഷുകാരുടെ നികുതി നയത്തെ അനുകൂലിച്ചു. ബന്ധപ്പെടാത്തതാണല്ലേ. അപ്പൊ റൈറ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി ആയിട്ട് വരും. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വന്ന ആദ്യ യൂറോപ്യന്മാർ ഏറായിരുന്നു? ഇന്ത്യയിൽ ഈ കൊടുത്തേക്കുന്ന ലിസ്റ്റിൽ ആദ്യം വന്ന യൂറോപ്യന്മാർ എന്ന് പറയുന്നത് നോക്കിക്കേ. പോർച്ചുഗീസ് ആണോ, ഇംഗ്ലീഷ് ആണോ, ഫ്രഞ്ച് ആണോ, ഡച്ച് ആണോ? ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്?
നമ്മുടെ പോർച്ചുഗീസുകാരാണ് അല്ലെ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെന്നാ? വെങ്ങാനൂരിൽ നിന്നാണ് അല്ലെ. വെങ്ങാനൂരിൽ നിന്നാണ് അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയതെന്ന് ഓർക്കുക കേട്ടോ. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ കർഷകർ നടത്തിയ സമരമായിരുന്നു ഏത്? പുന്നപ്ര വയലാർ സമരം. യുഗപുരുഷൻ എന്ന ചലച്ചിത്രം ആരുടെ ജീവിത കഥയാണ്? ആരുടെ ജീവിത കഥയാ? ശ്രീനാരായണ ഗുരുവിന്റെ ജീവിത കഥയാണ്. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചിരാജ, കൊട്ടിയോട്ട് രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? ആരായിരുന്നു? നമ്മുടെ പഴശ്ശിരാജയായിരുന്നു അല്ലെ. നമ്മുടെ കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ് കമ്മീഷൻ? ലോഗൻ കമ്മീഷൻ ആയിരുന്നു. ഏതായിരുന്നു? ലോഗൻ കമ്മീഷൻ. തിരുസാപ്പിള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ആരാണ്? തിരുസാപ്പിള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത്? റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത്? അയ്യനടികൾ തിരുവടികളാണ് എന്ത് ചെയ്തത്? തിരുസാപ്പിള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് എന്ന് ഓർക്കുക കേട്ടോ. തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായി വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കിയിട്ടുള്ളത്? 42 റൈറ്റ് ആൻസർ ഏതായിട്ട് വരും? ഓപ്ഷൻ ബി റാണി ഗൗരി പാർവതി ഫായ് ആണ്. രാജസമാചാരം എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? രാജസമാചാരം എന്ന് പറയുന്ന പത്രം ആരംഭിച്ചിട്ടുള്ള വ്യക്തി? 43 റൈറ്റ് ആൻസർ ഏത് വരും? നമ്മുടെ ഹെർമൻ ഗുണ്ടേർട്ടാണ് രാജസമാചാരം എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത് അല്ലെ. തുലാം 10 സമരം എന്നറിയപ്പെടുന്നത് ഏതാ? പുന്നപ്ര വയലാർ സമരമാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? തുലാം 10 സമരം എന്ന് അറിയപ്പെടുന്നത്. കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് VT ഭട്ടതിരിപ്പാടിന്റേതാണ് ഏത്? കണ്ണീരും കിനാവും. മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം ഏത് വർഷമാണ്? മലയാളി മെമ്മോറിയൽ തയ്യാറാക്കപ്പെടുന്നത് ഏത് വർഷമാണ്? മലയാളി മെമ്മോറിയൽ തയ്യാറാക്കപ്പെടുന്നത് നമ്മുടെ 1891 മലയാളി മെമ്മോറിയൽ തയ്യാറാക്കപ്പെടുന്നത്. കേരളത്തിൽ നാടുകളെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നത് എവിടെ നിന്നായിരുന്നു? നാടുകളെ കുറിച്ച് വിവരങ്ങൾ ലഭിച്ചത്? ഓപ്ഷൻ സി വട്ടെഴുത്ത് ലിഖിതത്തിൽ നിന്നാണ് നാടുകളെ കുറിച്ച് കേരളത്തില് വിവരം ലഭിക്കുന്നത്. വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് വില്ലുവണ്ടി സമരം നയിച്ചു അല്ലെ. വില്ലുവണ്ടി സമരം ആരുമായി ബന്ധപ്പെട്ടതാ? അയ്യങ്കാളിയുമായിട്ടാണ് വില്ലുവണ്ടി സമരം ബന്ധപ്പെട്ടിരിക്കുന്നത്. AK ഗോപാലന്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു? എവിടെ മുതൽ എവിടെ വരെയായിരുന്നു പട്ടിണി ജാഥ നയിക്കപ്പെട്ടത്? 49 റൈറ്റ് ആൻസർ ഏതാണ്? നോക്കിക്കേ, ഓപ്ഷൻ ബി കണ്ണൂർ മുതൽ മദ്രാസ് വരെ. എവിടെ മുതലാണ്? കണ്ണൂർ മുതൽ മദ്രാസ് വരെ. താഴെ പറയുന്നവയിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ തൽപരനായി INA-യിൽ ചേർന്ന മലയാളികൾ ആരൊക്കെ? ആരൊക്കെയാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ തൽപരരായി INA-യിൽ ചേർന്ന മലയാളികൾ എന്ന് പറയുന്ന റൈറ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ ഡി അല്ലേ? വക്കം അബ്ദുൽ ഖാദറും ക്യാപ്റ്റൻ ലക്ഷ്മിയുമാണ് INA ചേർന്ന മലയാളികൾ. ചട്ടമ്പി സ്വാമികളും ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ? ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശരിയായിട്ടുള്ള വസ്തുത ഏതാണ്? 51 റൈറ്റ് ആൻസർ ആയിട്ട് ഏത് വരുന്നു? ഏതാ? 2ഉം 3ഉം അല്ലേ? യഥാർത്ഥ പേര് അയ്യപ്പൻ എന്തായിരുന്നു? വേദാധികാര നിരൂപണവും പ്രാചീന മലയാളം അദ്ദേഹത്തിന്റെ കൃതികളാണ്. 2ഉം 3ഉമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന കൃതിയുടെ കർത്താവ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി EMS നമ്പൂതിരിപ്പാടിന്റേതാണ് 1.25 കോടി മലയാളികൾ എന്ന് പറയുന്ന കൃതി. ചുവടെ കൊടുത്തിരിക്കുന്നതിനും മലബാർ കലാപവും ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ചുവടെ കൊടുത്തിരിക്കുന്നതും മലബാർ കലാപവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഇതിൽ ബന്ധമില്ലാത്തതായിട്ട് വരുന്നത് നോക്കിക്കേ. 53 റൈറ്റ് ആൻസർ നമുക്ക് ഏത് പറയാം? ഓപ്ഷൻ സി അല്ലേ? ഒന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും അതുപോലെ തന്നെ 1919 ഏപ്രിൽ 13 നടന്ന സംഭവം. അപ്പൊ നമുക്ക് എന്തൊക്കെ പറയാം? ഒന്നും എന്താണ് അതുപോലെ തന്നെ 3ഉം പറയാം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവ ശരിയായ കാലക്രമം കണ്ടെത്തി എഴുതുക. ക്ഷേത്രപ്രവേശന വിളംബരം, വൈക്കം സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം ഒക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ കൊടുത്തേക്കാണ്. അപ്പൊ 54 നമുക്ക് ഏത് റൈറ്റ് ആൻസറിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും? 54 നോക്കിക്കേ. ഓപ്ഷൻ ഡി അല്ലേ? നോക്കിക്കേ, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം ആൻഡ് പാലിയം സത്യാഗ്രഹം. ഓപ്ഷൻ ഡി. അടുത്തത്, പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏത് വർഷമാണ്? പുന്നപ്ര വയലാർ സമരം നടന്നിട്ടുള്ളത് 1946 അല്ലെ. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമാണ് ഏത്? ക്ഷേത്രപ്രവേശന വിളംബരം. പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം അത് ഏതാണ്? പൂർണ്ണമായിട്ട് മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഏതാ? സംക്ഷേപ വേദാർത്ഥമാണ് പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെടുന്നു ശരിയായിട്ടുള്ള ഉത്തരം തെരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഇതിൽ ഏതാണ് ശരിയായിട്ട് വൈകുണ്ഠസ്വാമി, അഖിലത്തിരുട്ടും, പിന്നെ അതുപോലെ തന്നെ ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആത്മാൻ കാബോ എന്ന് പറയുന്നതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ 1ഉം 3ഉമാണ് റൈറ്റ് ആൻസർ. നാടകങ്ങൾ അവിടെ രചയിതാക്കൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ നിന്ന് ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 59 റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത്? ഋതുമതി പ്രേംജിയും അതുപോലെ അടുക്കളയിൽ നരങ്ങത്തേക്ക് വി ടി ഭട്ടതിരിപ്പാട് 1ഉം 2ഉമാണ്. നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 60 റൈറ്റ് ആൻസർ ഏത് വരും? നോക്കിക്കേ. തൈക്കാടയ്യ സുബരായരും അതുപോലെ ചിന്മാനന്ദ സ്വാമി ബാലകൃഷ്ണ മേനോനും 2ഉം 3ഉമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്ന ജോഡി വരുന്നത്? നോക്കിക്കേ. ടി കെ മാധവനും കെ പി കേശവ മേനോനുമാണ്. 2ഉം 3ഉമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1863 തിരുവനന്തപുരത്ത് നടന്ന് വെങ്ങാനൂരിൽ ജനിച്ചു. പുലയരുടെ രാജാവായിട്ടുള്ള അയ്യങ്കാളി വിശേഷിപ്പിച്ച ജവഹർലാൽ നെഹ്റു ആണ് 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായവായിട്ട് വരുന്നത്? 62 റൈറ്റ് ആൻസർ നമുക്ക് ഏത് വരും? ഓപ്ഷൻ ഡി അല്ലേ? നോക്കിക്കേ. 1ഉം 3ഉമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. അടുത്ത് മന്നത്ത് പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആരെ കുറിച്ച്? മന്നത്ത് പത്മനാഭനെ കുറിച്ച് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? നായർ സമുദായത്തിന് ഉന്നമനത്തിനായി നായർ സത്യജന സംഘം രൂപീകരിച്ചു. ശരിയാണ്. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടു. ശരിയാണ്. ഇദ്ദേഹത്തിന്റെ കഥയാണ് കണ്ണീരും കിനാവും. ശരിയാണോ? തെറ്റാണ്. വി ടി ഭട്ടതിരിപ്പാടിന്റേതാണ് കണ്ണീരും കിനാവും. അപ്പൊ 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള ജോഡി എന്ന് നോക്കിക്കേ. 1 തിരുവിതാംകൂറിൽ ഉന്നത വിദ്യാഭ്യാസം തമിഴ് ബ്രാഹ്മണ വഹിച്ചിരുന്ന അബ്രമാദിത്യത്തെ കുറിച്ചുള്ള 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമ ഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. ശരിയാണോ? ശരിയാണ്. ഡോക്ടർ പൽപ്പു മലയാളി മെമ്മോറിയൽ നേതൃത്വം കൊടുത്തത്. മലയാളി മെമ്മോറിയൽ നേതൃത്വം കൊടുത്ത ആരായിരുന്നു? ഡോക്ടർ പൽപ്പു ആണോ? അല്ല. 1909 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ശരിയാണ്. അപ്പൊ 1ഉം 3ഉമാണ് ശരി. അപ്പൊ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ പറഞ്ഞിരുന്നു ഡോക്ടർ പൽപ്പു അല്ല മലയാളി മെമ്മോറിയൽ നേതൃത്വം കൊടുത്തത്. ഡോക്ടർ പൽപ്പു എന്തിനാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്? ഈഴവ മെമ്മോറിയലിനാണ് ഡോക്ടർ പൽപ്പു നേതൃത്വം കൊടുത്തിരുന്നത്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കളിൽ ഉൾപ്പെടുന്നത് ഉത്തരം കണ്ടെത്തുക. ആരൊക്കെയാണ് കയ്യൂർ സമരത്തിൽ താഴെ പറയുന്നത് ഉൾപ്പെടുന്ന വ്യക്തികളായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി അല്ലേ? കുഞ്ഞമ്പു നായരും അതുപോലെ ചിരുകണ്ഠനുമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ആത്മോപദേശ ശതകത്തിന്റെ രചയിതാവ് ആര്? ആരാണ് ആത്മോപദേശ ശതകത്തിന്റെ രചയിതാവായിട്ട് വരുന്നത്? ശ്രീനാരായണ ഗുരുവാണ് ആത്മോപദേശ ശതകത്തിന്റെ രചയിതാവ് കേട്ടോ. കന്യാകുമാരി ശാസ്താംകോവിലിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? വൈകുണ്ഠ സ്വാമികളാണ്. ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടാൻ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാട്ടത്തിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരായിരുന്നു? 69 റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ക്വിറ്റിന്റെ സമരവും ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതാണ്? കീഴരിയൂർ ബോംബ് കേസാണ്. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം എന്നാണ് ആ സംയോജനം നടന്നിട്ടുള്ളത്? ഓപ്ഷൻ ഡി 1949 എന്ത് നടന്നത്? ആ ഒരു സംയോജനം നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേ ഒരു മലയാളി ആരാ? നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേ ഒരു മലയാളിയാണ് ആര്? സി ശങ്കരൻ നായർ അല്ലെ. ആരാണ്? സി ശങ്കരൻ നായർ. അടുത്തത് വി ടി ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? അടുക്കളയിൽ നരങ്ങത്തേക്ക് എന്ന കൃതി എന്താണ്? അതൊരു നാടകമായിരുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സി കേശവനും ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏതാണ് സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം എന്ന് പറയുന്നത്? കോഴഞ്ചേരി പ്രസംഗമാണ് അല്ലെ. കോഴഞ്ചേരി പ്രസംഗമാണ് സി ശങ്കരനുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവന. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആര്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത് ആരാ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണിതിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. വേലുത്തമ്പി കലാപമാണ്. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആദിഭാഷ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികളാണ് ആദിഭാഷ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത്. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് പൂക്കോട്ടൂർ സംഭവം എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി
മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. പൂക്കോട്ടൂർ കലാപം എന്താണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏത്? ഇതിനകത്ത് ഏതാണ് ഗ്രൂപ്പിൽ പെടാത്തതായിട്ട് വരുന്നത്? എന്താണ്? നിജാനന്ദ വിലാസമാണ് ഗ്രൂപ്പിൽ പെടാത്തതായിട്ട് വരുന്നത്. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെയാണ് ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത്? നമ്മുടെ തൃശൂർ ജില്ലയിൽ 1936 ഇലക്ട്രിസിറ്റി സമരം നടക്കുന്നത്. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആര്? ആരുടേതാണ് സാധുജന പരിപാലന യോഗം എന്ന് പറയുന്നത്? നമ്മുടെ അയ്യങ്കാളിയുടേതാണ് അല്ലെ. ഇനി കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് നമ്മുടെ പണ്ഡിറ്റ് കറുപ്പനാണ് കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. വൈക്കം സത്യാഗ്രഹവും ബന്ധപ്പെട്ട് നടന്ന പ്രധാനപ്പെട്ട സംഭവമാണ് ഏത്? നമ്മുടെ സവർണ ജാഥ. വസ്ത്രാധരണ രീതിയിൽ നിയന്ത്രണങ്ങൾക്കെല്ലാം കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ഏതാ? നമ്മുടെ അയ്യങ്കാളിയാണ് കല്ലുമാല സമരം സംഘടിപ്പിച്ചത്. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1980 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? എവിടെയാണ് ശ്രീനാരായണ ഗുരു ആ സമയത്ത് 1898 ശിവപ്രതിഷ്ഠ നടത്തിയത്? അരുവിപുറമാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ലക്ഷ്യത്തിൽ ഉണ്ടായിരുന്ന മേഖല, അപ്പൊ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല ഏതായിരുന്നു? 86 റൈറ്റ് ആൻസർ വരും. നമ്മുടെ മലബാർ ആയിരുന്നു അല്ലെ. മേൽമുണ്ട് സമരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ നീതി സംരക്ഷണത്തിലുള്ള കേരളത്തിന്റെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഏത്? 87 റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ചാനാർ ലഹളയാണ്. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു? രാമനമ്പി ആയിരുന്നു. ആരായിരുന്നു? രാമനമ്പി. കുളച്ചൽ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ആരായിരുന്നു കുളച്ചൽ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി എന്ന് പറയുന്നത്? ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മയാണ്. ടിപ്പു സുൽത്താൻ എന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ഏത് ഉടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ഓപ്ഷൻ ബി 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമായിരുന്നു. കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ ബാസ് വിലാഞ്ചിക്കൽ മിഷൻ താഴെ പറയുന്ന ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത്? 91 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി മലബാർ ആണ്. ഏതാണ്? മലബാർ ആണ്. താഴെ പറയുന്നവയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 92 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. സി കൃഷ്ണൻ നായരും അതുപോലെ തന്നെ രാഘവ പൊതുവാളുമാണ്. 1ഉം 3ഉമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം ഏത്? ഏതാണ് റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം എന്ന് പറയുന്നത്? 93 റൈറ്റ് ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് കേട്ടോ, മിതവാദിയാണ്. 1913 ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ എന്ന് 94 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പനാണ്. ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ശ്രീകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തനായിരുന്ന മലയാളി നായകൻ ആരാണ്? 95 റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് അല്ലെ, ആത്മാനന്ദ സ്വാമിയാണ്. അടുത്തത് CMC എന്ന സന്യാസി സഭ സ്ഥാപിച്ചത് ആരാ? കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് CMC എന്ന് പറയുന്ന സന്യാസി സഭ സ്ഥാപിച്ചത്. വാഴത്തട വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ, വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ്? നമ്മുടെ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നവോത്ഥാന നായകൻ കേട്ടോ. തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ്, തിരുനാൾ കുമ്മി എന്ന് പറയുന്ന കൃതിയുടെ കർത്താവ് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ഇനി മയ്യടി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്ത ആരാണ്? AK കുമാരൻ മാസ്റ്റർ ആണ്. എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് കലാപവുമായിട്ടാണ്? പഴശ്ശി കലാപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷകർ ആരുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത്? 101 ഓപ്ഷൻ എ അയ്യങ്കാളിയാണ് കേട്ടോ. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെതിരെ സവർണ സമുദായക്കാർ ഉണ്ടായ പ്രക്ഷോഭം ഏതാണ് ആ പ്രക്ഷോഭം? 102 റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി 90-ാം ആണ്ട് ലഹളയാണ്. അയ്യങ്കാളി ജനിച്ച ദിവസം എന്നാണ് അയ്യങ്കാളി ജനിച്ചിട്ടുള്ളത്? 103 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി 1863 ഓഗസ്റ്റ് 28-ാം തീയതിയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മള് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുൻവർഷ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത് പോയത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ചോദ്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇതിൽ ചോദ്യങ്ങൾ റിപ്പീറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. മറക്കണ്ട, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ മോഡൽ എക്സാമിലോ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സ്റ്റഡി മെറ്റീരിയൽസോ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.